അപ്പോൾ എല്ലാവർക്കും പീക്ക് ലൈൻസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളിപ്പം ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് 2 ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇത് 3ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 3ാമത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ 2ാമത്തെ ക്ലാസ് കണ്ടിട്ട് മാത്രമേ ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണാവുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് പറയുന്നത്. ഇപ്പം നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ 2ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഹീറ്റ്, ടെമ്പറേച്ചർ, അതുപോലെ എന്താ അഗ്നി ത്രികോണം, ജ്വലന ത്രികോണം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഫയർ ടെട്രാഹെഡ്രൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ, ഹീറ്റ്, ടെമ്പറേച്ചർ, ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് വരുന്നത്. സോ ആ ക്ലാസ് കാണുക. എന്താ ചില ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ PYQs നമ്മൾ സോൾവ് ചെയ്ത് നിങ്ങൾ കാണുക. അത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക എല്ലാം ചെയ്യും. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഇതിന്റെ 3ാമത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ബേസിക്സ് ഓഫ് കെമിസ്ട്രി ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ അതാണ് ഹീറ്റ് ആൻഡ് കമ്പസ്റ്റൻ, കെമിസ്ട്രി ഓഫ് ഹീറ്റ് ആൻഡ് കമ്പസ്റ്റൻ. അപ്പൊ ഇതിനകത്തെ ഒരു കുറച്ച് പോർഷൻസ് ആയിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത്. അതായത് താപധാരിത, വിശിഷ്ട താപധാരിത, അതുപോലെ ലീനതാപം, ഇതുപോലുള്ള കൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, പീക്ക് ലൈൻസിന്റെ 12th ലെവലിലെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ്സിന്റെ PDF കാര്യങ്ങളൊക്കെ അവിടെയായിരിക്കും വരുന്നത്. അതോടൊപ്പം തന്നെ അവിടെ എന്തുണ്ട്, ഷുവർ ഷോട്ട് എന്ന് പറഞ്ഞ ഒരു PDF കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷുവർ ഷോട്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലാസ്സിൽ ഇപ്പം മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു പോകാൻ ചിലപ്പോൾ പറ്റുകയില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം അതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു PDF എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കത് ഒരു മൈൻഡ് മാപ്പ് പോലെ നിങ്ങൾക്ക് അത് കീപ്പ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ ടെസ്റ്റ് സീരീസ് കാര്യങ്ങൾ. നിങ്ങൾ ഇതുവരെ നമ്മുടെ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുന്ന 99 രൂപയുള്ളൂ. നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അവിടെയും എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഈ ഒരു PYQs നമ്മൾ മോഡലാക്കിക്കൊണ്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആണ് നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ഇപ്പം നിങ്ങൾ ബോർഡിൽ ഒരു ചോദ്യം കാണുന്നുണ്ട് അല്ലേ? എന്താണ്, ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ. അപ്പം നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു രീതി അറിയാമല്ലോ. നിങ്ങളിപ്പം ആദ്യമല്ല നമ്മുടെ ക്ലാസ് കാണുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രീതി അറിയാമല്ലോ. നമ്മൾ എന്താ ചെയ്യുന്നത്, PYQ നിങ്ങളെ കാണിക്കുന്നു, ആ PYQ ബ്രേക്ക് ഡൗൺ ചെയ്താണ് പോകുന്നത്. അപ്പം നിങ്ങൾ ചോദ്യം നോക്കുക. ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ സൂചിപ്പിക്കുന്ന പേര് അല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്: താപധാരിത, ദ്രവീകരണ ലീനതാപം, വിശിഷ്ട താപധാരിത, ബാഷ്പീകരണ ലീനതാപം. നിങ്ങളിപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്കൊരു കിളി പോകുന്നുണ്ട്, ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുന്ന കൊണ്ടായിരിക്കാം. അപ്പോൾ അല്ലാതെ നിങ്ങളിപ്പം സയൻസ് അല്ലെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾ അത്യാവശ്യം ലെവലിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരം കിട്ടും. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ കാണുന്നത്, സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷേ കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനകത്തെ ഓരോ കാര്യങ്ങളും, നമ്മളിപ്പോൾ താപധാരിത അല്ലെങ്കിൽ അഥവാ ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ നമ്മൾ അതെന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അതുപോലെ ദ്രവീകരണ ലീനതാപം നമ്മളത് നോക്കും, വിശിഷ്ട താപധാരിത നമ്മൾ നോക്കും, ബാഷ്പീകരണം നമ്മൾ നോക്കും. ഇതുകൂടാതെ എന്താണ് സബ്ലിമേഷൻ അഥവാ ഉൽപ്പദനം, ആ ഒരു കാര്യം കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കും. ഇതുമായിട്ട് ഓരോന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ളത്രയും PYQ 2022 മുതൽ ഇന്ന് വരെ ഈ കഴിഞ്ഞ എക്സാം വരെ ചോദിച്ചിട്ടുള്ള PYQ എല്ലാം നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ അനലൈസ് ചെയ്തും കൂടി ആയിരിക്കും പോകുന്നത്. ഈ പോർഷനിൽ ചോദിച്ചിട്ടുള്ള PYQസും കൂടെ അനലൈസ് ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങൾ കോൺഫിഡൻറ്റ് ആയിട്ട് തന്നെ ഈ ക്ലാസ് കാണുക. നിങ്ങൾ അറിയത്തില്ല അല്ലെങ്കിൽ ഇത് കേട്ടിട്ടേ ഇല്ല, ഇനി എന്ത് ചെയ്യും, കുറച്ച് നാളല്ലേ ഉള്ളൂ എന്നൊന്നും നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമുക്ക് താപധാരിത എന്താണെന്ന് നോക്കാം. താപധാരിത അഥവാ എന്താ, ഹീറ്റ് കപ്പാസിറ്റി എന്നൊക്കെ പറയും. നിങ്ങൾ കൂടുതൽ പേര് ഇംഗ്ലീഷ് മീഡിയം ഒക്കെ പഠിച്ചവരായിരിക്കും. അപ്പം എന്താ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാലായിരിക്കും അറിയുന്നത്. പക്ഷെ നമ്മുടെ എക്സാം വരുന്നത് മലയാളത്തിലാണ്. 12th ലെവൽ എക്സാം ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം താപധാരിത എന്നായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് കാണാം. സോ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. കുറച്ച് ദിവസത്തെ കാര്യമുള്ളൂ. നിങ്ങളിപ്പോൾ ആ ഒരു ടേം ഒന്ന് മലയാളത്തിൽ വരുന്ന ടേമൊക്കെ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പം താപധാരിത അഥവാ ഹീറ്റ് കപ്പാസിറ്റി എന്തായിരിക്കും താപധാരിത അഥവാ ഹീറ്റ് കപ്പാസിറ്റി. അതായത് ഹീറ്റിനെ കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി, അത് അത്ര നിങ്ങൾക്ക് ഏതായാലും അതിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം എന്താണ് ഒരു വസ്തു ആയിക്കോട്ടെ, ഒരു പാത്രം ആയിക്കോട്ടെ. നമുക്കിപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. ഈ ഉദാഹരണം നോക്കിയിട്ട് നമുക്ക് ഈ ബോഡി കാണുന്ന ഡെഫിനിഷൻ നോക്കാം. നിങ്ങൾ പെട്ടെന്ന് ഈ ഡെഫിനിഷൻ വായിച്ചു നോക്കിയാൽ നിങ്ങളുടെ കിളി പോകും. വേണ്ട, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഒരു പാത്രം. ഓക്കെ, ഒരു പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ ജലം നിറയ്ക്കുകയാണ്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രത്തിൽ ജലം നിറയ്ക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ചൂടാക്കാൻ വെക്കുന്നു, വെള്ളം തിളപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വെക്കുന്നു. ഓക്കെ, ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, നിങ്ങൾ ഫ്ലെയിം ഓൺ ആക്കുന്നു. അല്ല, ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നു,
തീ കത്താൻ തുടങ്ങുന്നു. നിങ്ങൾ ആ പാത്രത്തിൽ ഏതാണ്ട് ഒരു മിനിറ്റ് ആ ഒരു ടൈമൊക്കെ ഉള്ളിൽ തന്നെ നിങ്ങൾ ആ പാത്രത്തിൽ തൊട്ട് എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? നല്ല ചൂടായിരിക്കും അല്ലേ ഈ പാത്രത്തിന്. എന്തുകൊണ്ടാണ് ഈ ചൂട് വരാൻ കാരണം? അതുപോലെ അതേ സെയിം ടൈം തന്നെ നിങ്ങൾ വെള്ളത്തിൽ എന്തിട്ട് നോക്കും, നിങ്ങൾക്ക് വലിയ ചൂടൊന്നും അനുഭവപ്പെടത്തില്ല. നിങ്ങൾ തിളയ്ക്കാൻ തുടങ്ങിയതായിട്ട് പോലും അല്ലേ, അത് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു ഇപ്പോൾ 1 മിനിറ്റിനുള്ളിൽ അത്ര ഒട്ടും ചൂട് തന്നെ വരാൻ സാധ്യതയില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ലൂക്ക് വാം സ്റ്റേജിലേക്കൊക്കെ, ഇളം ചൂടിലേക്കൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് പോകുന്നത്. ഏതാണ്ട് 10-15 മിനിറ്റ് ഒക്കെ ഇത് ഫുള്ളി തിളച്ചെത്താനൊക്കെ ആയിട്ട്. ശരി, അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ പാത്രം പെട്ടെന്ന് ചൂടാകുകയും വെള്ളം ചൂടാകാൻ താമസിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ ഉള്ളവരായിരിക്കും, അറ്റ്ലീസ്റ്റ് വെള്ളം തിളപ്പിക്കുക, ചായ ഉണ്ടാക്കി ഒക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കും. അപ്പം നിങ്ങൾക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും ഇതിനെപ്പറ്റി. അപ്പം ഇതിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിലെന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? പാത്രത്തിന്റെ ഹീറ്റ് കപ്പാസിറ്റി കുറവാണ്, അതുകൊണ്ടല്ലേ പെട്ടെന്ന് ചൂടായത്. പാത്രത്തിന്റെ ഹീറ്റ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് പെട്ടെന്ന് ചൂടായി. വെള്ളത്തിന്റെ ഹീറ്റ് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് എന്ത് സംഭവിച്ചു? വെള്ളം കുറച്ച് സമയം എടുക്കും ചൂടാവാനായിട്ട്. ഓക്കെ, ഇതാണ് അതിനകത്ത് വരുന്നൊരു കാര്യം. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? നമുക്ക് ആ ഒരു ഡെഫിനേഷനിലോട്ട് നിങ്ങൾ നോക്കിക്കേ. ഒരു വസ്തുവിന്റെ ഊഷ്മാവ്, അതായത് ടെമ്പറേച്ചർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഊഷ്മാവും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കണ്ടവരെ ഈ ക്ലാസ് കാണാവുള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പം ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള താപത്തെയാണ് താപധാരിത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊരു ഹീറ്റിന്റെ ഒരു പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ ഒരു ഇപ്പം ഉദാഹരണത്തിന് ആ ഒരു പാത്രം 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഓർക്കുക. ഒരു സാധാരണ ഇതിലാണ് 30 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ സാധാരണ ഒരു ചൂട്. നമ്മുടെ റൂം ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ വെച്ചിട്ട് അതിന്റെ സാധാരണ ഒരു ചൂട് വരുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓർക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നിങ്ങൾ തിളപ്പിക്കുന്നു. ആ വെള്ളം തിളപ്പിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ തിളപ്പിക്കുമ്പോൾ എന്തായി? ഈ 30 ഡിഗ്രി എന്നുള്ളത് 31 ഡിഗ്രി ആവാൻ എത്ര സമയം എടുത്തു അല്ലെ? ആ ഒരു ഡിഗ്രി സെൽഷ്യസ് കൂടാനായിട്ട് വന്ന ആ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി അഥവാ താപധാരിത എന്ന് പറയുന്നത്. ഇതിപ്പോ പാത്രമോ വെള്ളമോ ആവണമെന്നില്ല, എന്തും ആവാം. ഒരു പാറയോ അല്ലെങ്കിൽ ഒരു തടിയോ എന്തും ആവാം. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര കിലോ വേണമല്ലോ, നമ്മളിവിടെ വെയിറ്റുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മെഷർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് ബാധിക്കുന്നേ ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഹീറ്റ് കപ്പാസിറ്റി എടുക്കുമ്പോൾ അവിടെ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഇതിനകത്ത് ഓർക്കണം. ഓക്കെ, അത് ഇതിനകത്തെ ഒരു സ്പെഷ്യലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ പറയുന്ന പേരാണ് എന്ത്? താപധാരിത എന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ എന്തുണ്ട്? മാസ് എത്രയായിരുന്നാലും എന്ത് സംഭവിക്കുന്നില്ല, മാസ് എത്രയായിരുന്നാലും അതിനകത്ത് ഒരു പ്രശ്നവും വരുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. കാരണം നമ്മൾ ഇനി ചെല്ലുന്നതിനടുത്ത് നമുക്ക് ഒരു പ്രത്യേക യൂണിറ്റോ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റിയിൽ മാസ് വരുന്നില്ല, അല്ലെങ്കിൽ എത്ര വെയിറ്റ് ആയിരുന്നാലും പ്രശ്നമില്ല എന്നുള്ള ഒരു കാര്യം ഓർക്കുക. അതിന്റെ ടോട്ടൽ വെയിറ്റ് ആയിട്ട് ചിലപ്പോൾ 5 കിലോ ആയിരിക്കാം, 10 കിലോ ആയിരിക്കാം, ഇതും ആകാം എന്നുള്ള കാര്യം നിങ്ങളതിൽ ഓർക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് എന്ത്? 1 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ ഇത് 1 കെൽവിൻ എന്ന് ചിലപ്പോൾ കൊടുക്കാം. 1 കെൽവിൻ എന്ന് കൊടുത്താലും കറക്റ്റ് ആണ്. 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിനോ ആക്കി ഇതിനെ ഉയർത്താം എന്നൊരു കാര്യം കൂടെ ഓർക്കുക. അതുപോലെ ഹീറ്റ് കപ്പാസിറ്റിക്ക് പറഞ്ഞ വേറൊരു പേരാണ് തെർമൽ കപ്പാസിറ്റി കേട്ടോ. തെർമൽ കപ്പാസിറ്റി എന്നത് ഹീറ്റ് കപ്പാസിറ്റിക്ക് പറയുന്ന വേറൊരു പേരാണെന്ന് ഓർത്താൽ നിങ്ങളോട് തെർമൽ കപ്പാസിറ്റി ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഡിഗ്രി ലെവൽ എക്സാമിനകത്ത് വരുമ്പോഴൊക്കെ ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരാം. ഇപ്പം ഫിസിക്സ് പോർഷനിലൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, തെർമൽ കപ്പാസിറ്റി എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഇതിലൊരിക്കലും അങ്ങനെ വരാനൊരു സാധ്യത ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ബോധർ ചെയ്യേണ്ട, അതിൻ്റെ പേരുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചോളൂ എന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ തന്നെയുള്ള വേറൊരു കാര്യമാണ് എന്ത്? പരിണാമസ്ഥിതി ഗുണധർമ്മം, അതായത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എന്തായിരിക്കും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ഇത് താപധാരിത ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ് എന്നൊരു കാര്യം ഓർത്താൽ മതി, അല്ലെങ്കിൽ പരിണാമസ്ഥിതി ഗുണധർമ്മം ഉള്ള ഒരു പ്രോപ്പർട്ടി ആണ് എന്ന് ഓർത്താൽ മതി. ആ വേർഡ് ഇച്ചിരി പാടായിരിക്കും നിങ്ങൾക്ക് അത് ഓർക്കാനായിട്ട്. ഒന്നുമില്ല, ജസ്റ്റ് അതൊന്ന് പരിണാമസ്ഥിതി എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അധികം കുഴപ്പിക്കുന്ന രീതിയിലൊന്നും അങ്ങനെ ചോദിക്കാൻ പോകുന്നില്ല. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ് എന്നൊരു കാര്യം കൂടെ നിങ്ങൾ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഇതിനെ എന്തുകൊണ്ടാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇതുമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഹീറ്റ് കപ്പാസിറ്റി എന്തുമായിട്ട് ബന്ധപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ്. ഓക്കെ, ഇതുമായിട്ട് എന്തുമായിട്ടായിരിക്കും ബന്ധപ്പെടുത്തുന്നത്? നമ്മളിപ്പം ഈ ഒരു ഹീറ്റ് കപ്പാസിറ്റി കണ്ടപ്പോൾ നമ്മൾ എന്തൊക്കെയായിട്ടായിരിക്കും ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളത്? ഒന്ന് അതിന്റെ മാസ് അല്ലെ, മാസ് എത്രയായിരുന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ മാസ് എത്രയായാലും പ്രശ്നമില്ലാത്തപ്പോൾ എന്ത് തന്നെയാണ് അവിടെ? വോളിയം എത്രയായാലും എന്ത് വരുന്നില്ല, അവിടെ പ്രശ്നം വരുന്നില്ല. അപ്പം മാസ്, വോളിയം, അതുപോലെ തന്നെ അതിന്റെ താപധാരിത, അതുപോലെ ആന്തരിക ഊർജം കേട്ടോ. താപധാരിത, ആന്തരിക ഊർജം, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു എന്താ പറയണേ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി അഥവാ പരിണാമസ്ഥിതി ഗുണധർമ്മം കാണിക്കുന്നത് എന്ന്
ഉള്ളൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത്രയും ഡെപ്തിലൊന്നും ചോദിക്കുന്നില്ല. ഇതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്, അല്ലെങ്കിൽ പരിണാമസ്ഥിതി ഗുണധർമ്മം കാണിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലൊക്കെ അതിന് ക്വസ്റ്റ്യൻ വരുള്ളൂ. ഇതിന് ഒരിക്കലും നിങ്ങൾക്ക് അത്രയും ഡെപ്തിലേക്ക് ഒരിക്കലും കീറി മുറിച്ച് ക്വസ്റ്റ്യൻ വരത്തില്ല. 12th ലെവൽ എക്സാം ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന എക്സാമിനെയും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് തന്നെ അത് പോയാൽ മതി കേട്ടോ. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നതാണ് വിശിഷ്ട താപധാരിത. എന്താണ് വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരെ താപധാരിത കണ്ടു അല്ലെ, നമ്മൾ നേരെ താപധാരിത കണ്ടു. അപ്പൊ താപധാരിതയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു മാസ്, എന്ത് വസ്തു ആയിക്കോട്ടെ, നമ്മൾ അതിന്റെ ഒരു കിലോ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു പ്രത്യേക ഒരു യൂണിറ്റ് അല്ലെങ്കിൽ അളവിൽ എടുത്തിട്ടല്ല. പക്ഷെ നമ്മൾ വിശിഷ്ട താപധാര വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ഇതിനെ 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം എന്ന രീതിയിലുള്ള ഒരു വസ്തു ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം, കാരണം അതിന്റെ ഏറ്റവും ചെറിയൊരു യൂണിറ്റിനാണ് ഈ ഒരു വിശിഷ്ട താപധാരിത ചെയ്യുന്നത്. അപ്പം ഈ ഒരു താപനിലയിൽ ഒരു കിലോഗ്രാം പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവിനെയാണ് എന്തെന്ന് പറഞ്ഞത്? വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം? ഒന്ന് ഏറ്റവും അതിന്റെ മിനിമലിസ്റ്റ് യൂണിറ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അതായത് 1 kg അല്ലെങ്കിൽ 1 ഗ്രാം ആണെന്നുള്ള കാര്യം ഓർക്കുക. ഈ 1 ഗ്രാമിന് എന്ത് ചെയ്യും? ഈ 1 ഗ്രാം ഓഫ് സബ്സ്റ്റൻസിന്, അത് വെള്ളമോ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ, ഒരു 1 ഗ്രാം ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. ഉദാഹരണത്തിന് ഇപ്പൊ 15 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഒരു വാട്ടറിന്റെ ടെമ്പറേച്ചർ എങ്കിൽ നമ്മൾ ഇതിനെ 16 ഡിഗ്രി സെൽഷ്യസ്, അതായത് 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം ഓഫ് വാട്ടറിന്റെ ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ഒരു 16 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള താപത്തിന്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ തന്നെ നോക്കിയപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു പാത്രം ചൂടാക്കുന്ന എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലെ, പാത്രം ചൂടാക്കുന്ന അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുന്ന എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അപ്പം എന്താണ് അവിടെ ഏറ്റവും അധികം ചൂടായത്? അവിടെ ഏറ്റവും ചൂടായത് എന്താണ്? ആ പാത്രമാണ് ആദ്യം ചൂടാവുന്നത്, അതിനുശേഷമാണ് വെള്ളം ചൂടാവുന്നത് എന്ന് നമ്മൾ കണ്ടു. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? ഇതിന്റെ ഹീറ്റ് കപ്പാസിറ്റിയുടെ കൂടുതൽ എവിടെയാണ് നമുക്ക് മനസ്സിലായി? പാത്രത്തെക്കാളും വെള്ളത്തിനാണ് അവര് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ താപധാരിത കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അതുപോലെ തന്നെ ഈ ഒരു വിശിഷ്ട താപധാരിതയിലേക്ക് വരുമ്പോഴും ഒരു 1 ഗ്രാമിന്റെ അളവെടുത്താലും അല്ലെങ്കിൽ 1 കിലോഗ്രാം ഓഫ് വാട്ടറോ 1 കിലോഗ്രാം ഓഫ് എന്ത് ഒബ്ജക്റ്റ് എടുത്താലും ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള ഏതിലാണ്? അത് വാട്ടറിനാണ് കേട്ടോ. ജലത്തിനാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ളത്. ജലത്തിനാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ളത്. അപ്പൊ ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു നമ്മുടെ ഒരു ഡെയിലി ലൈഫ് എക്സാമ്പിൾ ഒക്കെ നമുക്ക് നോക്കി എന്തറിയാം? വണ്ടിയിൽ കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? വണ്ടിയിൽ കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതേ വെള്ളമാണ്. നമ്മൾ വേറെ ഒരു കെമിക്കൽസോ കാര്യങ്ങളൊന്നുമല്ല, ശുദ്ധമായ വെള്ളം തന്നെയാണ് എന്തുമായിട്ട് ഉപയോഗിക്കുന്നത്? അതിന്റെ ഒരു കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കൂളന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വണ്ടിയിൽ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉള്ള രീതിയിലാണ് എന്ത് വരുന്നത്? കൂളന്റ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കൂളന്റ് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ വെള്ളം കൂളന്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ളതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്, അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്ന ഒരു എക്സാമ്പിൾ ആണ്, 2 ബലൂൺ എടുക്കുക. ഒരു ബലൂണിൽ വായു നിറയ്ക്കുന്നു, വേറൊരു ബലൂണിൽ വെള്ളം നിറയ്ക്കുന്നു. ഇത് നിങ്ങൾ മെഴുകുതിരിയുടെ മുകളിൽ കൊണ്ടുവെക്കുക. ഏതായിരിക്കും ആദ്യം പൊട്ടുന്നത്? വായു നിറച്ചാണെങ്കിൽ ഒരു സെക്കൻഡ് ഒക്കെ നിന്നു ആ മെഴുകുതിരിയുടെ ഫ്ലെയിം കൊള്ളുമ്പോൾ തന്നെ പൊട്ടും. പക്ഷെ വെള്ളം നിറച്ച ബലൂൺ ആണെങ്കിൽ എനിക്ക് ഒരു ഏകദേശം 6 to 7 മിനിറ്റ്സ് ഒക്കെ അത് നിൽക്കും, എന്നിട്ടായിരിക്കും അത് പൊട്ടുന്നത്. അതിന്റെ കാരണം ഇതാണ്, അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നെയാണ് കേട്ടോ. അതിന്റെ കാരണം വരുന്നത് അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇത് കാണിക്കാവുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് പറയാവുന്നത് എന്തായിരിക്കും? നിങ്ങൾ തന്നെ കണ്ടിട്ടുള്ള എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുമോ? എന്തായിരിക്കും? നിങ്ങൾ വേറൊരു സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു ക്ലൂ തരാം, ജോഗ്രഫിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്താണെന്ന് നിങ്ങൾക്ക് അത് ഓർമ്മയിൽ എടുക്കാൻ പറ്റുന്നുണ്ടോ? ലാൻഡ് ബ്രീസും സീ ബ്രീസും കേട്ടോ. ലാൻഡ് ബ്രീസ് അല്ലെങ്കിൽ കടൽക്കാറ്റ്, കരക്കാറ്റ്, ഇതൊക്കെ രൂപീകരിക്കുന്നതിന്റെ അടിസ്ഥാന തത്വം എന്താണ്? എൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത് ഇത് തന്നെയാണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നെയാണ്. അതായത് സൂര്യൻ ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നു? ചൂട് നൽകുന്നുണ്ട്. ഓക്കെ, സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് എങ്ങോട്ട് വരുന്നുണ്ട്? സൂര്യനിൽ നിന്ന് ചൂട് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറഞ്ഞത് റേഡിയേഷൻ അഥവാ വികിരണം എന്ന് പറഞ്ഞത്. അത് നമ്മളിൽ എത്തുന്നുണ്ട്. കണ്ടക്ഷൻ, റേഡിയേഷൻ ഒക്കെ നമ്മൾ പഠിക്കും. നിങ്ങളുടെ സിലബസിലുള്ളതാണ്, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കും. അപ്പം ഈ സൂര്യനിൽ നിന്ന് ചൂട് വരുന്നതിനാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റേഡിയേഷൻ കടലിലും അതുപോലെ തന്നെ തൊട്ടിപ്പുറമുള്ള മണലിലേക്കും എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരുപോലെ തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ? പക്ഷെ ഏതായിരിക്കും പെട്ടെന്ന് ചൂടാവുന്നത്? നിങ്ങൾക്കറിയാം, കടൽ തന്നെയാണ്. നിങ്ങൾ ആരും ഉച്ചയ്ക്ക് കടലിൽ പോകാൻ പ്രിഫർ ചെയ്യാറില്ല. കാരണം എന്താ? 1 മുകളിൽ നിന്നുള്ള ചൂട്, 2 താഴെ നിന്നുള്ള ചൂട്. അപ്പം ഈ 2 റീസൺ കൊണ്ട് നിങ്ങൾ ആരും ഉച്ചയ്ക്ക് കടലിൽ പോകാൻ നിങ്ങൾ പ്രിഫർ ചെയ്യാറില്ല. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ കടല് പയ്യെ ചൂടാവുന്നു, കര പെട്ടെന്ന് ചൂടാവുന്നു. ഇതിന്റെ കാരണം ഇത് തന്നെയാണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നെയാണ്. ഓക്കെ,
അപ്പം ഈ ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ആണ് ഈ ഒരു കടൽക്കാറ്റ് കരക്കാറ്റ് ഒക്കെ നടക്കുന്നത്. കാരണം കര പെട്ടെന്ന് ചൂടാവുന്നത് കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്, അവിടുത്തെ ഒരു വായു ഭയങ്കര ഡെൻസറാവും, കരയിലെ വായു മുകളിലോട്ട് പോകും, കടലിൽ നിന്ന് ഉള്ള ആ ഒരു കാറ്റ് അടിച്ചു കയറും. എങ്ങനെ അടിച്ചു കയറും? ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ അല്ലേ? അവിടെ നിന്ന് വായു മൊത്തം പോകുമ്പോൾ ഉള്ള സ്പേസ് മൊത്തം ഇവരെടുക്കും. അതിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. പകലടിക്കുന്നതാണ് കടൽക്കാറ്റ്. അതുപോലെ തന്നെ രാത്രിയാണ് കരക്കാറ്റ് സംഭവിക്കുന്നത്. രാത്രിയിൽ എങ്ങനെയാണ് കടൽക്കാറ്റ് സംഭവിക്കുന്നത്? രാത്രി ഈ സൂര്യൻ പോവും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സൂര്യൻ പണിയും കഴിഞ്ഞ് പോവും. ആ സമയത്ത് എന്ത് സംഭവിക്കും? ആ സമയത്ത് ഈ ഒരു കര പെട്ടെന്ന് തണുക്കാൻ തുടങ്ങും. കടൽ പയ്യെ തണുക്കും, പയ്യെ ചൂടാവും, പയ്യെ തണുക്കും. ഇതാണ് കടലിന്റെ രീതി. കര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? ഇവിടുത്തെ എയറിന് പിന്നെയും ഡെൻസിറ്റി വരും. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? കടലിലുള്ള വായുവിനേക്കാളും ഡെൻസർ എവിടെയാണ്? കടലില് ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പൊ ഈ കടലിലുള്ള ഈ കരയിലുള്ള വായു മൊത്തം എങ്ങോട്ട് പോകും? നേരെ കടലിലേക്ക് അടിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം ഇതൊന്നും നിങ്ങൾ ഓർത്തുക. ചിലപ്പോൾ വേണമെങ്കിൽ എക്സാമ്പിൾ ഒക്കെ ആയിട്ട് ചോദിച്ചേക്കാം. അപ്പം വിശിഷ്ട താപധാരിക അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് ഇതിന്റെ ബേസിസ് എന്നൊരു കാര്യം കൂടെ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വാട്ടറിൽ കൂടാനുള്ള കാരണം എന്തായിരിക്കും? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വാട്ടറിൽ കൂടാനുള്ള കാരണം എന്തായിരിക്കും? അതിന്റെ ഹൈഡ്രജൻ ബോണ്ടാണ് കേട്ടോ. അതിന്റെ ഹൈഡ്രജൻ ബോണ്ട് വരുന്നത് എന്താണ്? സ്ട്രോങ് ആണ്. ഓക്കെ, വാട്ടറിന്റെ ഹൈഡ്രജൻ ബോണ്ടിങ് വളരെ സ്ട്രോങ് ആണ്. അപ്പം ബാക്കിയുള്ള ഒബ്ജക്റ്റിൻ്റെത് അത്ര സ്ട്രോങ് അല്ല. പക്ഷെ വാട്ടറിൽ വരുമ്പോൾ എന്താണ്? വാട്ടറിലെ ഹൈഡ്രജൻ ബോണ്ടിങ് ഭയങ്കര സ്ട്രോങ് ആണ്. ഒരുപാട് താപം കൊടുത്ത് അതിനെ 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കുമ്പോൾ മാത്രമാണ് 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിട്ട് പിന്നെയും തിളയ്ക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ? ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്നുള്ളൂ, ബ്രേക്ക് ചെയ്ത് സ്റ്റീമായി പോകുന്നുള്ളൂ. അപ്പൊ ഇതിന് എന്ത് പറ്റുന്നുണ്ട്? ഒരുപാട് ടൈമും കാര്യങ്ങളും എല്ലാം എടുക്കുന്നുണ്ട്. കാരണം എന്താണ്? ഇതിന്റെ ഹൈഡ്രജൻ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണെന്നൊരു കാര്യം ഓർത്താൽ മതി. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ കാരണമായിട്ട് ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട് ആണ് എന്നൊരു കാര്യം നിങ്ങൾ ഇതിൽ മനസ്സിലാക്കിയാൽ മതി. അതുപോലെ ജലത്തിന്റെ വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞാൽ എത്രയാണ്? ജലത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.184 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. 4.184 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇത് കിലോഗ്രാമിലേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ ഡെസിമൽ എടുത്തു കളയുക, അത്രയും ചെയ്താൽ മതി. അപ്പൊ എന്തായിരിക്കും വരുന്നത്? 4184 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. അപ്പം ഈ ഒരു വാല്യൂയും കൂടെ നിങ്ങൾക്കത് പഠിച്ചത്. ഇപ്പം ഒരു വാല്യൂ നിങ്ങൾ പഠിച്ചാൽ മതി. 4.184 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ഒരു വാല്യൂ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, കിലോഗ്രാമിലേക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളതിനെ അതിന്റെ ഡെസിമൽ മാറ്റും എന്ന് മാത്രം ഓർത്താൽ മതി. ഡെസിമൽ എടുത്ത് കളയുന്നു മാത്രം ഓർത്താൽ മതി. അതിന്റെ കാൽക്കുലേഷനിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങളെ കൂടുതൽ കൺഫ്യൂസ് ആവും. എക്സാം എടുക്കാറായിരിക്കണം. നമ്മളിപ്പോൾ ആ ഒരു രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രം നോക്കി പോയാൽ മതി കേട്ടോ. അപ്പൊ അടുത്ത് നമുക്ക് ലീനതാപം എന്നൊരു കാര്യം നോക്കാം. ലീനതാപം അഥവാ എന്താണ്? ലേറ്റന്റ് ഹീറ്റ്. എന്താണ് ലേറ്റന്റ് ഹീറ്റ്? ലേറ്റന്റ് ഹീറ്റ് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന താപം അല്ലെ? ലീനതാപം എന്ന് വെച്ചാൽ ഒളിഞ്ഞിരിക്കുന്ന താപം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ താപം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് അതിനെ ഒളിഞ്ഞിരിക്കുന്ന താപം എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പം തെർമോമീറ്റർ ഉപയോഗിക്കുന്നു. തെർമോമീറ്റർ ഉപയോഗിച്ചാൽ ഇപ്പോൾ വെള്ളം തിളപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ 100 ഡിഗ്രി സെൽഷ്യസും കഴിഞ്ഞു പോകണമെന്ന് ഓർക്കുക. ഇവിടെ തെർമോമീറ്റർ നമ്മൾ അതിനകത്ത് ഇട്ട് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിന് 100 ഡിഗ്രി കാണിക്കുകയുള്ളൂ, 100ന് മുകളിലേക്കോ താഴേക്കോ അത് കാണിക്കുകയില്ല. അതുപോലെ ഐസ് ആണെങ്കിലും എന്ത് ചെയ്യും? ഐസ് ആണെങ്കിലും ഈ ഒരു മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തെർമോമീറ്റർ ഇടുമ്പോഴും അത് -3 ഐസ് ആണെങ്കിൽ 0-ൽ എത്തിക്കഴിഞ്ഞാൽ കുറേ നേരം 0-ൽ തന്നെ നിൽക്കും. അതിന്റെ കാരണം എന്താണ്? അതിനകത്ത് ആ ഒരു താപം കാണിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു റീസൺ കൊണ്ടാണെന്നൊരു കാര്യം ഓർക്കുക. അപ്പൊ നമുക്ക് ലീനതാപം എന്താണ് നമുക്ക് നോക്കാം. ബാക്കി നമുക്ക് ദ്രവീകരണ ലീനതാപം, ബാഷ്പീകരണ ലീനതാപം ഒക്കെ പറയുന്ന സമയത്ത് ബാക്കി നമുക്കത് ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് നോക്കാം? ഏറ്റവും ആദ്യം നമുക്ക് ലീനതാപം എന്താണെന്ന് നോക്കാം. അതായത് ഒരു പദാർത്ഥം, ഓക്കെ, ഒരു പദാർത്ഥം ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ ഊഷ്മാവിൽ വർധനവില്ലാതെ, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാതെ സ്വീകരിക്കുന്ന ഒരു താപമുണ്ട്. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറഞ്ഞത്? അപ്പൊ ഇവിടെ ഊഷ്മാവിൽ വർധനമില്ലാതെ എന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ്, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ സ്വീകരിക്കുന്ന താപത്തെ പറഞ്ഞ പേരാണ് എന്ത്? ലീനതാപം എന്ന് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഹീറ്റ് എനർജിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഹീറ്റ് എനർജിയാണ്. അപ്പൊ ലേറ്റന്റ് ഹീറ്റും അത് എന്ത് തന്നെയാണ്? ഒരു എനർജിയാണ്. അപ്പൊ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതിന്റെ ഒരു മോളിക്യൂൾ, ഇതിന്റെ ഒരു ആറ്റമിന്റെ ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ ബോണ്ടിങ് അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ ലീനതാപം ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്ക് സോളിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാം വളരെ അടുത്ത് ചേർന്നിരിക്കുന്നതായിരിക്കും ഈ ഒരു സോളിഡ് ബോൺസ് അല്ലെങ്കിൽ സോളിഡിന്റെ ആ ഒരു ആറ്റമിക് ബോൺസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിനാണ്, ഇപ്പൊ നമുക്ക് ഇപ്പൊ ബോഡിയിൽ നിങ്ങൾ കാണുന്നത് അതൊരു ആറ്റംസ്, സോളിഡ് പാർട്ടിക്കിളിന്റെ ആറ്റം ആണെന്ന് ഓർക്കുക. അപ്പൊ ഇതിനെ നമ്മൾ നന്നായിട്ട് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും?
ചൂടാക്കുമ്പോൾ ഇവരുടെ ഒരു ബോണ്ടിങ് അകലും. ഓക്കെ, അപ്പൊ ഈ ഒരു ബോണ്ടിങ്ങിന് ഒരു സ്പേസ് വന്നു. എഗെയിൻ നമ്മൾ ചൂടാക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? എഗെയിൻ ചൂടാക്കുവാണെങ്കിൽ ഇപ്പൊ സോളിഡിൽ നിന്ന് എന്തായി? ലിക്വിഡായി. ഈ ലിക്വിഡിനെ എന്താക്കാം? ഗ്യാസ് ആക്കാൻ പറ്റും. ആ ടൈമിൽ ഇതിലും ഒരു ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം അതിന്റെ മോളിക്യൂൾസ് വീണ്ടും എന്ത് ചെയ്യുവാണ്? വീണ്ടും അകലുകയാണ്. ഓക്കെ, അപ്പൊ സോളിഡ് വളരെ അടുത്തിരുന്നു, അതിനെ ചൂടാക്കുമ്പോൾ ലിക്വിഡായി. ലിക്വിഡിൽ എന്താണ് ഇഷ്യൂ സംഭവിക്കുന്നത്? അതിന്റെ ബോണ്ടിങ് അകലും. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റിജിഡിറ്റി കുറയും, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഉറപ്പ് ഇല്ലാതെയാവും. ഓക്കെ, അതിനുശേഷം അതിനെ വീണ്ടും ചൂടാക്കുമ്പോൾ ആ ഉറപ്പും കൂടെ നഷ്ടപ്പെടും. അതാണ് ഗ്യാസ് എന്നൊരു ഫോമിലേക്ക്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു താപം എന്ന് പറഞ്ഞ എന്താണ്? ലീനതാപമാണ് കേട്ടോ. ലീനതാപമാണ് ഈ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഒരു കൺസെപ്റ്റ് തറവാനായിട്ട്. എൻ്റെ ഒരു കൺസെപ്റ്റ് തറവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നൊക്കെ ഇതിനെ തിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന്റെ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിലാണെന്നൊരു കാര്യം കൂടെ നിങ്ങൾ അതിനകത്ത് ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ദ്രവീകരണ ലീനതാപം എന്താണെന്ന് നോക്കാം. അപ്പൊ ദ്രവീകരണ ലീനതാപം അഥവാ എന്താ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇപ്പൊ നമ്മൾ നേരത്തെ എന്താണ്? നമുക്ക് ലേറ്റന്റ് ഹീറ്റ് ഉണ്ട് അല്ലെ, ഒളിഞ്ഞിരിക്കുന്ന താപം. ശരി, ഇത് ഒരു മെൽറ്റിംഗ് പ്രോസസ്സിൽ, അല്ലെങ്കിൽ എന്താണ്, ഒരു സോളിഡ് അതിനെ മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലീനതാപം ആക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ഒരു ദ്രവീകരണ ലീനതാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ നമുക്കത് എന്താണ് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. അതായത് 1 കിലോഗ്രാം ഖരവസ്തു അതിന്റെ ദ്രവണാങ്കത്തിൽ വെച്ച് സ്ഥിരമായ താപനിലയിൽ, അതായത് 1 കിലോഗ്രാം ഖരവസ്തു ആണെന്ന് നോക്കുക. അപ്പൊ ഇത് കിലോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ എടുക്കുന്നത്. അപ്പം ഇത് കിലോഗ്രാം ആകാം, വേണമെങ്കിൽ ഇതിനെ എന്താകും? ഗ്രാം എന്ന രീതിയിൽ, 1 ഗ്രാം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. കാരണം ഇതിനെ എന്താണ്? ഒരു ഏറ്റവും ബേസിക് യൂണിറ്റ് എന്നുകൊണ്ട് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇപ്പോൾ 1 കിലോഗ്രാമിന് പകരം 1 ഗ്രാം എന്നൊക്കെ തന്നാൽ നിങ്ങൾ അവിടെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ 1 കിലോഗ്രാം ഖരവസ്തു അതിന്റെ ദ്രവണാങ്കത്തിൽ വെച്ച്, ദ്രവണാങ്കം എന്ന് വെച്ചാൽ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് അഥവാ എന്താണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ എന്താണ്? 273 കെൽവിൻ ആണ് ഇതെന്ന് ഒരു കാര്യം കൂടെ ഓർക്കുക. 0 ഡിഗ്രി സെൽഷ്യസ് അഥവാ 273 കെൽവിൻ. ഓക്കെ, 273 കെൽവിൻ. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ അത് മെൽറ്റിംഗ് പോയിന്റ് ആണ് 0 ഡിഗ്രി സെൽഷ്യസ്, അഥവാ അത് കെൽവിനിലേക്കാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തരണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എക്സാമിന് വേണമെങ്കിൽ ആ ഒരു ചോദ്യം ചോദിക്കാം, ഒരു ചോദ്യമായിട്ട് വരാം. അപ്പോൾ അത് 273 കെൽവിൻ ആണ് ഈ 0 ഡിഗ്രി സെൽഷ്യസ് എന്നൊരു കാര്യം ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. നമുക്ക് ബോയിലിംഗ് പോയിന്റ് വരുമ്പോൾ നമുക്ക് അതിന്റെയും വാല്യൂ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു പോകാം. ഇപ്പോഴേ നമ്മളത് പറയുന്നില്ല. ഒരു ദ്രവണാങ്കത്തിൽ വെച്ച് സ്ഥിരമായ താപനിലയിൽ നിശ്ചിത മർദ്ദത്തിൽ പൂർണ്ണമായും ദ്രാവകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിന്റെ അളവാണ് എന്ത്? അതിന്റെ ദ്രവീകരണ ലീനതാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതൊന്ന് എക്സംപ്ലിഫൈ ചെയ്ത് കാണിക്കാം. ഉദാഹരണത്തിന് നമ്മളൊരു വെസൽ എടുക്കുന്നു, അതിനകത്ത് എന്ത് ചെയ്യുന്നു? കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുവാണ്. ഓക്കെ, കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുന്നു, നമ്മളത് തീ കൊടുക്കുന്നു. ഇത് ഫയറാണ് കേട്ടോ, ഫയറാണ്. തീ കൊടുക്കുന്നു. ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? ഒരു തെർമോമീറ്റർ കൂടെ നമ്മൾ ഇതിനകത്ത് വെക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു -3 സെന്റിഗ്രേഡിലായിരിക്കും, അല്ലെങ്കിൽ -3 സെൽഷ്യസിലായിരിക്കും ഇതിന്റെ ഒരു താപം റൈറ്റ് നൗ നിൽക്കുന്നത്. ഇത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്യും? ഇത് പയ്യെ അതിന്റെ ഹീറ്റ് കയറിയിട്ട് അത് 0 ഡിഗ്രി സെൽഷ്യസിലെത്തും. ഈ 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്, പിന്നെ അവിടെ നിന്ന് അത് മൂവ് ചെയ്യത്തില്ല, കുറേ നേരം അത് അങ്ങനെ തന്നെ നിൽക്കും. കാരണം എന്താ? ഈ ഐസ് മൊത്തം ഉരുകുന്നത് ഈ ഒരു 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പൊ ഇതെന്താണ്? ഇതൊരു ലേറ്റന്റ് ഹീറ്റ് അവിടെ നിന്ന് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഈ ഐസ് എടുത്തിട്ടാണ് എന്താവുന്നത്? ഇത് മെൽറ്റ് ആവുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു വസ്തുവിനെ അതിന്റെ സോളിഡ് ഫോമിൽ നിന്ന്, അതിന്റെ ഖര രൂപത്തിൽ നിന്ന് അതിന്റെ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റുന്നതിനായിട്ട് ആവശ്യമുള്ള ഊർജത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ദ്രവീകരണ ലീനതാപം അഥവാ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. സോളിഡ് ഫോമിൽ നിന്ന് ലിക്വിഡ് ഫോമിലേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള എനർജിയെ പറയുന്ന പേരാണ് എന്ത്? ദ്രവീകരണ ലീനതാപം അഥവാ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പം ഈ ഒരു ഐസിന്റെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എത്രയായിരിക്കും? ഐസിന്റെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാം. അറിയാവുന്നവരെ ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. 334 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. 334 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ഇതിന്റെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് 1 കിലോഗ്രാം ഐസിനെ
0 ഡിഗ്രി സെൽഷ്യസിൽ ഉരുക്കുന്നതിനാവശ്യമായിട്ടുള്ള താപം, 1 കിലോഗ്രാം ഓഫ് ഐസിനെ 0 ഡിഗ്രി സെൽഷ്യസിൽ ഉരുക്കുന്നതിനാവശ്യമായിട്ടുള്ള താപമാണ് ഈ പറഞ്ഞ എനർജി, അതായത് 334 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നത്. ഇതിനെ നമുക്ക് വേറെ ഏതൊരു അളവിലും കൂടെ നമുക്ക് പറയാം. 334 ഇൻറ്റു 10⁻³ ജൂൾ പെർ കിലോഗ്രാം. ഈ രണ്ടളവ് തന്നാലും ഈ രണ്ടളവ് ചോദിച്ചാലും എന്താണ്, ഐസിന്റെ ദ്രവീകരണ ലീനതാപമാണ് കേട്ടോ. ഈ രണ്ടളവ് തന്നാലും ഐസിന്റെ ദ്രവീകരണ ലീനതാപം ആണ്. ഓക്കെ, ബാഷ്പന ലീനതാപം എന്താണ് നോക്കാം. ബാഷ്പന ലീനതാപം അതായത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കേട്ടോ. ബാഷ്പന ലീനതാപം എന്നാൽ എന്താ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഇത് നമുക്ക് കൂടുതൽ പരിചയമുള്ളതാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വെള്ളം തിളപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് വെള്ളം ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നീരാവി വരുന്നു. ഏറ്റവും ബേസിക് ഇതാണ്. വെള്ളം തിളപ്പിക്കുമ്പോൾ ഇതൊരു സ്റ്റീം എനർജി ഫോം ചെയ്യുന്നു. ഈ കാര്യം ഓർത്താൽ മതി. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ ഈ ഒരു സെഷൻ നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം. അപ്പം വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ് എല്ലാവർക്കും അറിയാം. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 100 ഡിഗ്രി സെൽഷ്യസ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിപ്പോ കെൽവിനിൽ തന്നാൽ എത്രയായിരിക്കും? കെൽവിനിൽ തന്നാൽ ഇത് എത്രയായിരിക്കും? 373.15. നമുക്ക് 373 എന്ന രീതിയിൽ മാത്രം എടുത്താൽ മതി. കെൽവിൻ, കെ ക്യാപിറ്റൽ ആവണം കേട്ടോ. കെ ക്യാപിറ്റൽ ആണ്. 373.15 കെൽവിൻ എന്ന് പറയാം. അതിന്റെ എന്ത് ബോയിലിംഗ് പോയിന്റ് എന്നത് അത് കെൽവിൻ സ്കെയിൽ എടുക്കുമ്പോൾ 373 ആണ് എന്നൊരു കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ നോക്കിയിരുന്നു മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് എന്നറിയാം. അത് കെൽവിൻ സ്കെയിൽ എടുക്കുമ്പോൾ എത്രയാണ്? നേരെ -100, 273 കെൽവിൻ. സിമ്പിൾ. ഓക്കെ, അപ്പൊ ഈ ഒരു അളവും ചിലപ്പം എക്സാമിന് ചോദിക്കാം. അപ്പം ആ ഒരു വാല്യൂ കൂടെ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചോളുക. 1 കിലോഗ്രാം ദ്രാവകം. ഓക്കെ, 1 കിലോഗ്രാം ഇപ്പം കിലോഗ്രാം എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് ഏറ്റവും ബേസിക് ആയിട്ട് യൂണിറ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അത് കിലോഗ്രാം ആകാം, അതുപോലെ തന്നെ എന്താവാം, അത് ഗ്രാമും ആകാം. അപ്പം ഈ ദ്രാവകം അതിന്റെ തിളനിലയിൽ വെച്ച് നമ്മൾ നേരത്തെ കണ്ടു തിളനില എത്രയാണെന്ന് 100 ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ 373 കെൽവിൻ. അപ്പം ഈ ഒരു തിളനിലയിൽ വെച്ച് അതിന്റെ താപനിലയിൽ വ്യത്യാസമില്ലാതെ, അതായത് ആ ഒറ്റ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നുള്ളൂ, ഒരേ താപനിലയിൽ എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം വരുന്നുള്ളൂ. പൂർണ്ണമായി വാതകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിന്റെ അളവാണ് അതിന്റെ ബാഷ്പന ലീനതാപം. അതായത് ഈ ഒരു 1 kg ഓഫ് വാട്ടറിൽ 1 കിലോഗ്രാം വെള്ളം എന്താവുന്നു, പിന്നീട് അത് സ്റ്റീമായി മാറുന്നു അല്ലെ. ഇപ്പം നമ്മൾ എത്ര ചൂട് കൊടുത്താലും ഇതിന്റെ പ്രശ്നമുണ്ട്. അതായത് 100 ഡിഗ്രി സെൽഷ്യസ് കാണിക്കത്തുള്ളൂ. എത്ര ചൂട് കൊടുത്താലും ഈ ഒരു വെള്ളം എന്താണ് കാണിക്കുന്നത്? 100 ഡിഗ്രി സെൽഷ്യസ്. നമ്മളിപ്പോൾ കാണുമല്ലേ, തിളച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് നല്ല കോമളയൊക്കെ കുറച്ച് കഴിയുമ്പോൾ വന്നു തുടങ്ങും. ആ സമയത്ത് എന്ത് ചെയ്യും, നീരാവിക്ക് ഇങ്ങനെ കട്ടി കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നീരാവി ഭയങ്കരമായിട്ട് വിസിബിൾ ആയി വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ ഒരു സമയത്ത് അതിനകത്ത് തെർമോമീറ്റർ വെച്ചാലും, തെർമോമീറ്റർ വെച്ചാൽ ക്ലിനിക്കൽ തെർമോമീറ്റർ അല്ല, സാധാരണ തെർമോമീറ്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തെർമോമീറ്ററുകളൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു സാധാരണ തെർമോമീറ്റർ വെച്ചാലും അത് എത്ര കാണിക്കുള്ളൂ? 100 ഡിഗ്രി സെൽഷ്യസ് കാണിക്കത്തുള്ളൂ. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഇത് ഹീറ്റ് ആയിട്ട് ബാക്കിയുള്ളത് എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു വാട്ടർ അല്ലെങ്കിൽ ഇതിനകത്ത് ആ ഒരു ഹൈഡ്രജൻ ബോണ്ട് കാര്യങ്ങളെല്ലാം വിഘടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു സ്റ്റീം എന്ന രൂപേണ ഇത് എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഇതുപോലെ എസ്കേപ്പ് ചെയ്ത് തീർക്കാൻ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന്റെ ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത് ഇതിനെയാണ്. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണ്? 2260 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് കേട്ടോ. കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത്. ഇപ്പം അതുപോലെ തന്നെ 1000 ഡിഗ്രി സെൽഷ്യസിൽ ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് കലോറിയിലാണ്. കിലോ കലോറിയിൽ നമ്മൾ എടുക്കുമ്പോൾ എത്രയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അത് 540 കിലോ കലോറി പെർ കിലോഗ്രാം ആണ്. 540 കിലോ കലോറി പെർ കിലോഗ്രാം ആണ് 1000 ഡിഗ്രി സെൽഷ്യസിൽ ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എന്നെടുക്കുന്നത്. കാരണം ഇത് കിലോ എന്ന് പറയാൻ കാരണം 1000 ഡിഗ്രി ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ കിലോ എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. ഇപ്പൊ ഫുഡിന്റെ കാര്യങ്ങളും ഒക്കെ എടുക്കുമ്പോൾ എത്രയാണ് കാലോറി എന്ന് നമ്മൾ പറയാറുണ്ട്. എത്ര കലോറിയാണ് അത് പറയുന്നത്? കിലോ കലോറി എന്നുള്ള രീതിയിലാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് 1000 ആയതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കിലോ കാലറി എന്ന് പറയുന്നത് 540 കിലോ കാലറി പെർ കിലോഗ്രാം എന്ന രീതിയിലാണ് അത് എടുക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഇപ്പൊ 373 കെൽവിൻ ആണെങ്കിലും, അതുപോലെ 2260 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണെങ്കിലും, അതുപോലെ 540 കിലോ കാലറി പെർ കിലോഗ്രാം, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് വാല്യൂസ് ആയതുകൊണ്ട് നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞു തരുന്നത് നിങ്ങളത് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ബാഷ്പീകരണ ലീനതാപത്തിന്റെ ആ ഒരു പ്രിൻസിപ്പിളിൽ വന്ന ഒരു വലിയൊരു കണ്ടുപിടുത്തമുണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തു. ഇപ്പം 1853 ഇന്ത്യയിൽ അത് പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ വ്യത്യാസം വന്നു.
എന്താണ് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ട്രെയിൻ അല്ലേ? നമുക്ക് അന്ന് സ്റ്റീം എഞ്ചിൻ കാര്യങ്ങൾ വന്നു. ഇപ്പോഴാണെങ്കിലും എവിടെയാണ് നമ്മുടെ ഹൽക്ക ഷിംല ഈ ഒരു റൂട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ തീവണ്ടിയൊക്കെ ഈ ഒരു രീതിയിൽ, അതായത് ഒരു ടോയ് ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ ആ ഒരു തീവണ്ടി ഓടുന്നത് ഇത് സെയിം മോഡൽ തന്നെയാണ്. സ്റ്റീം എഞ്ചിൻ എന്ന ആ ഒരു ഫിനോമിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് ഓടുന്നത്. അതായത് ഈ ഒരു സ്റ്റീം തട്ടുമ്പോഴത്തേക്കും അതിന്റെ പിസ്റ്റൺ ടർബൈൻസ് ഒക്കെ പ്രവർത്തിച്ച് ഇതിന്റെ മൂവ്മെന്റ് നടക്കുന്നു. ഓക്കെ, അപ്പൊ അത്രയും പവർഫുൾ ആണ് ഈ ഒരു സ്റ്റീം. അതുകൊണ്ട് തന്നെയാണ് എന്താണ് സ്റ്റീം തട്ടിയാലോ ഉള്ള പൊള്ളല് ഭയങ്കര വലുതായിരിക്കും. ഇപ്പൊ ചൂടുവെള്ളം വീണുള്ള പൊള്ളലിനെക്കാളും ഏറ്റവും വലുത് ഈ സ്റ്റീം തട്ടിയുള്ള പൊള്ളലാണ്. അതിന്റെ കാരണവും ഈ ഒരു സ്റ്റീമിനകത്ത് ലേറ്റന്റ് ഹീറ്റ് ആണ്. ഓക്കെ, ഈ ഹീറ്റ് അതിനകത്ത് ഒളിഞ്ഞിരിക്കുകയാണ്. ഈ ഹീറ്റിന്റെ പ്രവർത്തനം കൊണ്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. കാര്യം കൂടെ ഒന്ന് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ ഇൻക്രീസ്, ഇപ്പൊ 100ന് മുകളിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, അവിടെ കൈനറ്റിക് എനർജി എന്നുള്ള ആ ഒരു ഫാക്ടർ അത് 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണുള്ളത്. പിന്നീട് അവിടെ കൈനറ്റിക് എനർജി നടക്കുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അത് എസ്കേപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആണ് പിന്നീട് അവിടെ നടക്കുന്നത്. അപ്പൊ അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആ ഒരു മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ഇല്ലാതായിട്ട് എസ്കേപ്പ് ചെയ്യുവാണ്. അപ്പം ഇതുകൊണ്ട് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, ആ ഒരു സ്റ്റീം എന്ന ഒരു രൂപത്തിലേക്ക് ഈ ഒരു വാട്ടർ മാറുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ദ്രവീകരണ ലീനതാപവും ബാഷ്പീകരണ ലീനതാപവും കണ്ടു. അപ്പൊ അത് നമ്മുടെ ഒരു ഗ്രാഫ് ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗ്രാഫ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ഗ്രാഫിനെ ബേസ് ചെയ്ത് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്തുണ്ട്, ഇവിടെ നമ്മളൊരു ഐസ് ക്യൂബ് ആണെന്ന് ഓർക്കുക. ഇവിടെ നമ്മളൊരു ഐസ് ക്യൂബ് വെക്കുകയാണ്. ഓക്കെ, ഇതൊരു ഐസ് ക്യൂബ് ആണെന്ന് ഓർക്കുക. ഇതൊരു -3 ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് എന്നൊരു കോൺസ്റ്റന്റ് എനർജി നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പം ഇതിന്റെ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ് അല്ല. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഐസ് ക്യൂബ്സ് കാര്യങ്ങൾ ഇവിടെ ഇടുകയാണ്. നമ്മൾ തീ കൊടുക്കുന്നുണ്ട്. തീ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, തീ കൊടുക്കുമ്പോൾ ഇതിനകത്ത് ആ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് പയ്യെ -3 ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് 0 വരെ എത്തും. 0 എത്തുമ്പോൾ അവിടെ എന്താവും, 0 എത്തുമ്പോൾ അവിടെ ഇത് കോൺസ്റ്റന്റ് ആവും. 0 എത്തുമ്പോൾ അവിടെ കോൺസ്റ്റന്റ് ആവും. ഇവിടെ നടക്കുന്ന പ്രോസസ്സാണ് മെൽറ്റിംഗ് എന്നൊരു പ്രോസസ്സ്. അപ്പം ഇവിടെ ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു തെർമോമീറ്റർ അവിടെ കുറച്ച് നേരം സ്റ്റക്കായിട്ട് നേരെ നിൽക്കും. പിന്നെ അവിടെ ഫംഗ്ഷൻ ചെയ്യത്തില്ല. ഒരു കുറച്ച് ടൈമിലേക്ക് അതൊരു സെയിം 0 തന്നെ കാണിക്കും. നേരത്തെ ഇൻക്രീസ് ചെയ്ത പോലെ ആ ഒരു ഇൻക്രിമെന്റ് പിന്നെ കാണിക്കില്ല. അപ്പം ഇവിടെ ഈ ഒരു നടക്കുന്ന പ്രോസസ്സാണ് മെൽറ്റിംഗ്. ഓക്കെ, ഈ മെൽറ്റിംഗ് സംഭവിക്കുന്നതിന്റെ കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദ്രവീകരണ ലീനതാപം. അപ്പൊ ഈ ദ്രവീകരണ ലീനതാപം വഴി മെൽറ്റിംഗ് പൂർണ്ണമായിട്ട് സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും, പിന്നെ അത് വാട്ടറായി. ഈ ഐസ് വാട്ടറായി, അല്ലെങ്കിൽ അതിൽ സോളിഡ് ഒബ്ജക്റ്റ് എന്തായി, അതൊരു ലിക്വിഡായി. അപ്പം ഇത് പിന്നെയും അതിന്റെ ടെമ്പറേച്ചർ കംപ്ലീറ്റ്ലി ലിക്വിഡ് ആയി കഴിയുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ പിന്നെയും അത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് എത്രയിലേക്ക് എത്തും, ഇവിടെ ഒരു 100 എന്നൊരു വാല്യൂവിലേക്ക് അത് എത്തും. 100 ഡിഗ്രി സെൽഷ്യസ് എന്നൊരു വാല്യൂവിലേക്ക് എത്തും. ഈ 100 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഇൻക്രീസ് നടക്കത്തില്ല. ഈ 100 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിയുമ്പോൾ പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഇവിടെ ഇതിനകത്തെ ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആ ഒരു ടെമ്പറേച്ചർ കൊണ്ട് അല്ലെങ്കിൽ ഹീറ്റ് കൂടുന്നതുകൊണ്ട് ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വന്നിട്ട് അത് സ്റ്റീം എന്ന രീതിയിലേക്ക് പിന്നെ അത് എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇതിന് പറഞ്ഞ പേരാണ് വേപ്പറൈസേഷൻ. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യമാണ് എന്ത്, വേപ്പറൈസേഷൻ എന്നൊരു കാര്യം. ഓക്കെ, അപ്പം ഈ ഒരു വേപ്പറൈസേഷന്റെ റിസൾട്ടിന്റെ ഫലമായിട്ട് ആണ് പിന്നീട് എന്ത് സംഭവിക്കുന്നത്, പിന്നെ അത് ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക്, ഒരു സ്റ്റീം എന്ന സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പം ഇതിനെയാണ് എന്ത് പറഞ്ഞത്, നമുക്ക് ബാഷ്പീകരണ ലീനതാപം അഥവാ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് കണ്ടത് നമ്മൾ ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, അപ്പം ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇനിയിപ്പം നേരത്തെ കണ്ട ക്വസ്റ്റ്യനിലോട്ട് നമ്മളൊന്ന് പോവുകയാണ്. ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ്, ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ്, ഒരു യൂണിറ്റ് മാസം എന്ന് വെച്ചാൽ എന്തോ 1 കിലോഗ്രാമോ 1 ഗ്രാമോ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏത് പേരിൽ സൂചിപ്പിക്കുന്നു, അതിനെ നമ്മൾ ഏത് പേരിൽ സൂചിപ്പിക്കുന്നു വെച്ചാൽ എന്താണ്, അതിന് പറഞ്ഞ പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞു. ഇപ്പൊ അതേസമയം എന്താണ്, ഒരു പ്രത്യേക മാസമുള്ള എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എന്തായിരുന്നു, അത് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി ആയിരുന്നേനെ. ഓക്കെ, അപ്പം ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള താപത്തെ ഏത് പേരിൽ സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ അതെന്താണ്, വിശിഷ്ട താപധാരിതയാണ്. നമ്മളത് കൃത്യമായിട്ട് നമ്മളത് പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എന്താണ്, ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്ര കിലോജൂൾ പെർ കിലോഗ്രാം ആണ്, എത്ര കിലോജൂൾ പെർ കിലോഗ്രാം. നമ്മൾ നേരത്തെ പറഞ്ഞത് വാല്യൂ ആയിട്ട് തന്നെ അത് പഠിച്ചു വെക്കാൻ തന്നെ പറഞ്ഞിരുന്നു. എത്രയാണ് വരുന്നത്, 2260 കിലോ ജൂൾ പെർ കിലോഗ്രാം കേട്ടോ. കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് അതിന്റെ വാല്യൂ വരുന്നത്. അപ്പം ബി ആണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പം ഇതെല്ലാം നമ്മളത് വാല്യൂ ആയിട്ട് പഠിച്ചതാണ്. ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.
അപ്പൊ ഇനി നമ്മൾ നോക്കുന്ന അടുത്ത കാര്യമാണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ നമ്മൾ എങ്ങനെ പറഞ്ഞാൽ ഉൽപ്പതനം എന്നൊക്കെ പറഞ്ഞാണ് സബ്ലിമേഷൻ. അപ്പം നമ്മളിതൊക്കെ എക്സ്പീരിയൻസ്, നമ്മൾ ചെറുപ്പം മുതൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ സാധ്യത കുറവായിരിക്കും. ഉദാഹരണത്തിന് കർപ്പൂരം കത്തിക്കുമ്പോൾ എന്താണ്, അത് വെള്ളമാകുന്നില്ല, നേരെ എന്ത് ചെയ്യുന്നു, നേരെ ഗ്യാസ് ആകുന്നു. സോളിഡ് ആണ്, നേരെ ഗ്യാസ് ആകുന്നു. അതുപോലെ തന്നെ എന്താണ്, നമുക്കിപ്പോൾ ഒരു നാഫ്തലിൻ ഗുളിക അല്ലെങ്കിൽ പാറ്റ ഗുളിക എന്നൊക്കെ പറഞ്ഞെടുത്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, അത് കത്തിക്കുമ്പോൾ എന്താണ്, നേരെ ഗ്യാഷ്യസ് സ്റ്റേജിലേക്കാണ് അത് പോകുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഡ്രൈ ഐസ് എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ കേട്ടോ. ഇപ്പൊ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് വിട്ടുപോയിരുന്നു. ഡ്രൈ ഐസ് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട്, അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോളിഡിഫൈഡ് ഫോമിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ഡ്രൈ ഐസ് എന്ന് പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോളിഡിഫൈഡ് ഫോമിനെയാണ്. -78.5 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് എന്താവുന്നത്, ഇത് സബ്ലിം ചെയ്യുന്നത് എന്നൊരു കാര്യം ഓർക്കുക കേട്ടോ. -78.5 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് സബ്ലിം ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ഓർക്കുക. ഇത് ചിലപ്പോൾ ഇങ്ങനെ ഒരു രീതി ചോദിച്ചാൽ, കാരണം ഓൾറെഡി ഡ്രൈ ഐസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഉള്ള രീതിയിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് മാത്രമാണ് അത് പറഞ്ഞത്. ആ വാല്യൂ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക. ഓക്കെ, അപ്പം നമുക്ക് ഉൽപ്പന്നം എന്ന് നോക്കുമ്പോൾ വസ്തുക്കൾ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് പോകാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് പോകുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതായത് സോളിഡ് നേരെ എന്താവുന്നു, ഗ്യാസ് ആകുന്നു. ഇവിടെ എന്ത് സ്കിപ്പ് ചെയ്യുന്നു, ലിക്വിഡ് എന്ന ഒരു അവസ്ഥയെ സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു മീഡിയം എന്താണ്, ഹീറ്റ് ആണ്. ഹീറ്റ് എന്നൊരു മീഡിയമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന്റെ എന്ത് ചെയ്യണം, ഇതിന് ഒരവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറാനായിട്ടുള്ള കാര്യമാണ് എന്ത്, അതിന്റെ ഇന്റർമോളിക്കുലാർ ആ ഒരു ഫോഴ്സ്. ഇതിനെ എന്ത് ചെയ്യണം, ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി, പുറത്തുനിന്ന് വരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞ പേരാണ് എന്ത്, ഹീറ്റ് എന്നൊരു എനർജി. അപ്പം ഈ ഒരു ഹീറ്റ് എനർജിയുടെ സഹായത്തോടു കൂടിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, സോളിഡിനെ ലിക്വിഡ് ആക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ സോളിഡിനെ ഗ്യാസിലോട്ട് ഡയറക്റ്റ്ലി കൊണ്ടുപോകാനും ആ സെയിം മീഡിയം തന്നെയാണ് എന്നൊരു കാര്യം നിങ്ങൾ ഓർക്കുക. ഈ പരിവർത്തനത്തിന് അടുത്തൊരു വായിക്കാം. ഈ പരിവർത്തനം ഖരവസ്തുവിനെ ഒരുമിച്ച് നിർത്തുന്ന ഇന്റർമോളിക്കുലാർ ബലങ്ങളെ മറികടക്കാൻ സാധാരണയായി താപത്തിന്റെ രൂപത്തിൽ ഊർജം ആവശ്യമാണ്. താപത്തിന്റെ രൂപത്തിൽ ആസ് ഫോം ഓഫ് ഹീറ്റ് കേട്ടോ, അത് ഊർജം അല്ലെങ്കിൽ എനർജി എന്താണ്, ഹീറ്റ് എനർജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നൊരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ തന്നെ ഈ സബ്ലിമേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നത്തെ ബേസ് ചെയ്തിട്ടുള്ള PYQs നമുക്ക് നോക്കാം. ചില പദാർത്ഥങ്ങൾ ചൂടാകുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകരൂപത്തിലാകുന്ന ഈ പ്രതിഭാസമാണ്. എൻ്റെ ഓപ്ഷനാണ് ഉൽപ്പന്നം, ചാലനം, സംവഹനം, വികിരണം. ഏതാണ് നമ്മളിപ്പോൾ തന്നെ കണ്ടതേ ഉള്ളൂ. അതിനുള്ള സോളിൽ നിന്ന് നേരിട്ട് ഗ്യാസിലോട്ട് പോകുന്ന ഏതാണ്, ഉൽപ്പന്നം അല്ലെങ്കിൽ സബ്ലിമേഷൻ ആണ് അല്ലെ. ചാലനം എന്ന് പറഞ്ഞാൽ എന്താണ്, ചാലനം എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ, അത് ഫോം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, അത് കണ്ടക്ഷൻ. അതുപോലെ സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്, കൺവെക്ഷൻ. വികിരണം എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ. ഒക്കെ നമ്മൾ പഠിക്കും. പിന്നെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആൻസറിലോട്ട് എത്താവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഒരു കോമൺ സെൻസും നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ ഉപയോഗിച്ച് പല ക്വസ്റ്റ്യൻസും ഫയർ എക്സാംസിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. നമുക്ക് ഒരുപാട് അധികം ബുദ്ധി ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് നമുക്ക് എഴുതാവുന്ന ഒരു എക്സാം ആണ്. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ലോജിക്ക് വർക്ക് ആവാനായിട്ട് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ഒരു ഏറ്റവും ലാസ്റ്റത്തെ PYQ ആണ്, നമുക്ക് അതും കൂടെ നോക്കാം. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയുടെ പേര് അല്ലെ. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ സെയിം ക്വസ്റ്റിനെ വേറൊരു ഫോർമാറ്റിൽ ചോദിച്ചതേ ഉള്ളൂ. ഏതാണ്, ഉൽപ്പന്നം അഥവാ സബ്ലിമേഷൻ ആണ് അത് വരുന്നത് കേട്ടോ. ഉൽപ്പന്നം അഥവാ സബ്ലിമേഷൻ ആണ് വരുന്നത്. ഇപ്പൊ ബാഷ്പീകരണം, നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, ബാഷ്പീകരണത്തിലോട്ട് പോകാം. പക്ഷെ ബാഷ്പീകരണം എന്താണ് സംഭവിക്കുന്നത്, ലിക്വിഡിനെയാണ് ഗ്യാസിലോട്ട് മാറ്റുന്നത്. ബാഷ്പീകരണത്തിലെ ലിക്വിഡിനെയാണ് ഗ്യാസിലേക്ക് മാറ്റുന്നത് കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. താഴെ പറയുന്ന വസ്തുക്കളിൽ ഉൽപ്പന്നത്തിന് കാരണമാകുന്നത് എന്തൊക്കെ, അല്ലെങ്കിൽ ഉൽപ്പന്നം സംഭവിക്കുന്ന ഏതിലൊക്കെയാണെന്ന് ചോദിച്ചാൽ അതെന്താണ്, 1 ഗ്രാമ്പു. നമുക്ക് ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. 1 ഗ്രാമ്പു, 2 കർപ്പൂരം, 3 ചന്ദനം, 4 മെഴുക്. ഗ്രാമ്പു തന്നെ സംഭവിക്കുന്നത് നമ്മൾ ബിരിയാണിയിലൊക്കെ കഴിക്കുന്നതല്ലേ ഗ്രാമ്പു എന്താണ്, ഗ്രാമ്പുവിൽ അങ്ങനെ വലിയ ചേഞ്ചോ കാര്യങ്ങളും തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സോളിഡിന് നേരിട്ട് ഗ്യാസിലേക്ക് ആകുന്ന രീതിയൊന്നും ഗ്രാമ്പുവിനില്ല. ഓക്കെ, കർപ്പൂരം ഉണ്ട്, ചന്ദനത്തിനും ആ ഒരു പ്രോപ്പർട്ടി ഇല്ല. മെഴുക് നമുക്കൊരു സംശയം കൊണ്ട് തരും, പക്ഷെ നമുക്ക് എന്താ ഇതിനകത്ത് ഓപ്ഷനിൽ തന്നെ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. നമുക്കത് സംശയം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 2 and 4 എന്നൊരു ഓപ്ഷൻ ഇല്ല, 2 മാത്രം എന്നൊരു ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആ രീതിയിൽ തന്നെ ഇത് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. പക്ഷെ എന്താ, മെഴുക് ലിക്വിഡ് ആയിട്ട് മാത്രമേ അത് ഗ്യാസിലേക്ക് പോവുള്ളൂ. ഓക്കെ, മെഴുക് കത്തിക്കുമ്പോൾ അത് ഉരുകുക ചെയ്യുന്നത്, അത് മെൽറ്റ് ഡൗൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പൊ 2 only ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പം
നമ്മുടെ ഇന്നത്തെ ഈ ഒരു പോർഷൻ കഴിഞ്ഞ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ കുറച്ച് പോർഷൻസും കാര്യങ്ങളും ഉണ്ട്. കാരണം സമയം ഇപ്പോൾ ഒരുപാട് ആയതുകൊണ്ട് നമ്മൾ അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, അതുപോലെ തന്നെ ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾ ക്ലാസ്സുകളെല്ലാം കറക്റ്റായിട്ട് കാണുക, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ ആ ഒരു ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് നോട്ട്സ് കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ 10th ലെവൽ ബാച്ചിൻ്റെ ഒരു കാര്യം കൂടെ നിങ്ങൾ പറയാനുണ്ട്. നമ്മൾ 10th ലെവൽ ബാച്ച് വളരെ അടുത്ത് തന്നെ തുടങ്ങും. അപ്പം ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോം തന്നെ പറയുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു നമ്പർ ഉണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഉണ്ട്. ആ നമ്പർ അവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, നിങ്ങൾ എക്സാംസിന് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി പോർഷൻസുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.